വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഇത് 30 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. ഈ ലെറ്ററിൽ കാണുന്നത് ഓരോ ബോക്സായിട്ട് കാണുന്നത് TPO എന്ന് പറയും, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. അത് നമ്മൾ ക്ലിയറായിട്ട് ലിസൺ ചെയ്യണം. ഒന്നുകൂടെ, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. അപ്പം ആ ടൈം വരുമ്പോഴേ ഒരു ഓപ്ഷൻ ബയറിന് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഇതിനകത്ത് പറയാൻ വരുന്നത്. ഓപ്ഷൻ സെല്ലറാണെങ്കിലും. പക്ഷേ ഞാനൊരു ഓപ്ഷൻ ബയറാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ പറ്റാവുന്ന എന്നെക്കൊണ്ട് പറ്റുന്ന അനാലിസിസും എനിക്ക് കിട്ടുന്ന ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും ലൈവ് ഒബ്സർവേഷനായിട്ട് കാര്യത്തിൽ ഈ ലൈവ് ഒബ്സർവേഷനും ലൈവിനൊക്കെ ആയിട്ട് മാർക്കറ്റിൽ 50,000 1 lakh ഒക്കെ വാങ്ങിക്കുന്ന വലിയ ലെജൻസ് ഉണ്ട്. ബാംഗ്ലൂരിലും ലെജൻസ് ഉണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ അവർ ലെജൻസ് തന്നെയാണ്. അതിന് നമ്മൾ ബിഗ് സല്യൂട്ട് ചെയ്യണം അവർക്ക്. അതൊന്നും വാങ്ങിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇത് പറഞ്ഞിരുന്നു IB ബ്രേക്കൗട്ട് ഫെയിലിയർ, ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയും. ഇനിഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറാണ്. അതിനകത്ത് ആദ്യത്തെ അരമണിക്കൂർ, അതിൻ്റെ എ പീരീഡിന് ഏർലി മോർണിംഗ്, എ പീരീഡിൻ്റെ ഹൈയിനെ ഏർലി മോർണിംഗ് ഹൈ എന്നും എ പീരീഡിൻ്റെ ലോവിനെ ഏർലി മോർണിംഗ് ലോ എന്നും പറയും. അത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ലെവൽസാണ് ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, മൈ ഫേവറേറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലെ വീഡിയോ ഉണ്ട്. അതിനെക്കുറിച്ച് ഈ IB ബ്രേക്കൗട്ടും അതിൻ്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് പോയി കാണുക. കണ്ടതിന് ശേഷം ഇതെന്താണെന്ന് നോക്കുക. ഓക്കെ, ഇന്ന് എന്താണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് 23-ാം തീയതി ഏപ്രിൽ മാസം 2024, വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം രാവിലെ 8 മണി. സോ ഇത് മുകളിലോട്ട് നോക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം മുകളിലോട്ട് നോക്കുന്നില്ല. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ അനോമാലി, അതായത് ഈ ദിവസത്തെ അനോമാലി ഉണ്ടല്ലോ, 19 ഏപ്രിൽ ഫ്രൈഡേയിലുള്ള അനോമാലി ക്ലിയർ ചെയ്തിട്ടില്ല. ഇതൊരു കാര്യം മനസ്സിൽ ഓർക്കുക. നമുക്ക് തുടങ്ങി, അതായത് വ്യാഴാഴ്ച എക്സ്പയറി കഴിഞ്ഞിട്ട്, ബുധനാഴ്ച എക്സ്പയറി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ആണല്ലോ ബാങ്ക് നിഫ്റ്റി വീണ്ടും ഓപ്പൺ ആയത്. ബുധനാഴ്ച നമുക്കൊരു ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പം അവധി കഴിഞ്ഞ് ചൊവ്വാഴ്ച എക്സ്പയറി ആയി, ബുധനാഴ്ച നമുക്കൊരു അവധി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റി വീണ്ടും ഓപ്പൺ ആയത്. ആ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽ നോക്കിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 1500 പോയിൻറ്റിൻ്റെ യാത്ര ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തന്നു കഴിഞ്ഞു അല്ലേ. ഇനി 2 ദിവസമേ ഉള്ളൂ, ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ എക്സ്പയറിക്ക്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ എക്സ്പയറി, ഓപ്ഷൻ്റെ എക്സ്പയറി നാളെയാണ്, വീക്ക്ലി എക്സ്പയറി അല്ലേ. അപ്പോൾ ഇതുകൂടെ മനസ്സിൽ കാണുക. 1500 പോയിൻറ്റിൻ്റെ ട്രാവൽ ഓൾറെഡി താഴേന്ന് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തന്നു കഴിഞ്ഞു. ഇന്നത്തെ റേഞ്ച് ഒരു 300 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. അത് നോക്കുക. പക്ഷേ ഞാൻ മുകളിലോട്ട് നോക്കുന്നില്ല. ഇത് IB ബ്രേക്കൗട്ടിൻ്റെ ബ്രേക്കൗട്ട് ഫെയിലിയർ ആയതുകൊണ്ട് അതൊരു ക്ലിയർ സിഗ്നലും കൂടെ മാർക്കറ്റ് പ്രൊഫൈൽ തരുന്നുണ്ട്. താഴോട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. അതിനുവേണ്ടി രാവിലെ കയറി ഒരു പുട്ട് വാങ്ങിച്ച് വച്ചേക്കരുത്. എക്സ്പയറി നാളെയാണ്, അല്ലെങ്കിൽ മന്ത്ലി പുട്ടോ അങ്ങനെയൊന്നും വാങ്ങിച്ച് വച്ചേക്കരുത്. ഇതിൻ്റെ ഓപ്പണും അവിടെ രാവിലെ നടക്കുന്ന ഈ ഓപ്ഷൻ സെല്ലേഴ്സാണ് പവർഫുൾ കേട്ടോ. ഈ ഓപ്ഷൻ മാർക്കറ്റിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ ഓപ്ഷൻ സെല്ലേഴ്സ് തന്നെയാണ്. നമ്മൾ അവരുടെ എന്താ പറയുക, ബലഹീനതകൾ, അല്ലെങ്കിൽ അവർ എവിടെയാണോ അവർക്ക് അബദ്ധം പറ്റുന്നത് അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്യണം. നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. സ്മാർട്ട് മണിയോ ഓർഡർ ഫ്ലോയോ എന്താ പറയുക, വേറെ ഒരു കാര്യവും നമ്മൾ ഇതിനകത്ത് നോക്കുന്നില്ല. ഇൻഡിക്കേറ്ററോ RSIയോ ബൊളിഞ്ചർ ബാൻഡോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഓൺലി മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഇൻഫർമേഷൻ പ്ലസ് ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്കോ മറ്റതോ വെച്ചിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഞാൻ നോക്കുന്നത് 47,750 ഓൺ ബോർഡ്. അത് ഓപ്പൺ ആകുന്നത്, ഇൻസൈഡ് ഓപ്പൺ ആയാൽ തന്നെ രാവിലെ തന്നെ ഒരു 250 പോയിൻറ്റ്സിൻ്റെ ഒരു താഴെ ഒരു ഡൗൺഫാൾ നമുക്ക് തരാനുണ്ട്. സോ നമുക്ക് നല്ലൊരു റേഞ്ച് ബ്രേക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ 300 പോയിൻറ്റിൽ ഒരു റേഞ്ച് തന്നതിന് ശേഷം, ഫോർ എക്സാമ്പിൾ രാവിലെ ഒരു 300 പോയിൻറ്റ് ഹൈ ടു ലോ ഒരു 300 പോയിൻറ്റ് റേഞ്ച് തന്നതിന് ശേഷം ഒരു സൈഡ് ബ്രേക്കൗട്ട് ആകുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 300 പോയിൻറ്റിൻ്റെ യാത്രയ്ക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ തയ്യാറാകുകയാണ്. സോ ഈ 300 പോയിൻറ്റിൽ ആയിരിക്കും ഈ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കളി. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ
വളരെ സിമ്പിളായിട്ട് താഴെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.